People big impact. ബാർ കോഴക്കേസിൽ മന്ത്രി കെ.എം. മാണിക്കെതിരെ വിജിലൻസ് കേസെടുത്തു. കേസിൽ കെ.എം. മാണി മാത്രമാണ് പ്രതി. ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസെടുത്തത്. കെ.എം. മാണി 50 ലക്ഷം രൂപ കോഴ കൈപ്പറ്റിയെന്നാണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ മാണിക്ക് 7 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കും. കേസിൽ വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു. ബാർ കോഴ ആരോപണത്തിൽ ധനമന്ത്രി കെ.എം. മാണിയെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസ്. പൂജപ്പര സ്പെഷ്യൽ വിജിലൻസ് സെല്ലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജിലൻസിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. വിജിലൻസ് നടത്തിയ ത്വരിത അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്. കെ.എം. മാണി കോഴപ്പണം വാങ്ങിയതിന് വിശ്വാസയോഗ്യമായ ദൃക്സാക്ഷിയുണ്ടെന്ന് വിജിലൻസ് സമർപ്പിച്ച എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. അധികാര ദുർവിനിയോഗം, കൈക്കൂലി വാങ്ങൽ തുടങ്ങിയ കുറ്റങ്ങളാണ് മാണിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 3 തവണയായാണ് കോഴപ്പണം കൈപ്പറ്റിയതെന്നും പാലയിലെ വസതിയിലും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലും വെച്ചാണ് പണം കൈപ്പറ്റിയതെന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 5 കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെന്നും ഇതിൽ 1 കോടി രൂപ 23/2014 3/4/2014 ഇടയിലും കൈപ്പറ്റിയെന്നാണ് കേസ്. വിജിലൻസ് സ്പെഷ്യൽ സെൽ SP S സുകേശനാണ് എഫ്ഐആർ തിരുവനന്തപുരത്തെ പ്രത്യേക വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതിക്കെതിരെ പീപ്പിളിന്റെ സന്ധിയില്ലാ പോരാട്ടത്തിൽ ഒരു നാഴികക്കല്ലുകൂടി. പീപ്പിൾ പുറത്തുവിട്ട ബാർ കുംഭകോണത്തിലാണ് വിജിലൻസ് ഇപ്പോൾ മന്ത്രി കെ.എം. മാണിയെ 1ാം പ്രതിയാക്കി കേസെടുത്തത്. അഴിമതിക്കെതിരെ ഒരു മാധ്യമം നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം. ബാർ കുംഭകോണവും പെട്രോൾ പമ്പ് കുംഭകോണവും പുറത്തുകൊണ്ടുവന്നത് പീപ്പിൾ TV. കൊടുത്ത പൈസ ഭണ്ഡാരത്തിലിട്ട പോലെ പോയി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏത് പൈസ എപ്പോൾ തന്നു എന്ത് തന്നെന്നാണ് പറയുന്നത്. ബാക്കി 5 കൊണ്ടുവരാനാണ് പിന്നെയും പറയുന്നത്. പിന്നെയും പോയി കണ്ടാൽ പറഞ്ഞ് 5 രൂപ 5 കിട്ടിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അവരോട് 5 കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ 1 തന്നല്ലോ എന്ന് പറഞ്ഞ് 1 എപ്പോൾ തന്നു എന്ന്. പിന്നെ അവർ ദിവസവും ഡേറ്റും സമയവും എല്ലാം വ്യക്തമാക്കിയാൽ പറഞ്ഞു അതൊക്കെ ചെലവായി പോയില്ലേ. കടപുഴകി വീഴുന്നത് രാഷ്ട്രീയത്തിലെ വടവൃക്ഷങ്ങൾ. പൈസ ഒട്ടും ഇല്ല സംസ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രി ആ കൂട്ടത്തിലുണ്ട്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി. ഞാൻ പറഞ്ഞത് ശ്രീ കെ.എം. മാണി ധനകാര്യമന്ത്രിയാണ് അങ്ങനെ പറയുന്നത്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി എന്ന്. പീപ്പിൾ എന്നും നീതിക്കൊപ്പം. പീപ്പിൾ, മലയാളത്തിന്റെ വാർത്താ ഘടികാരം. ബാർ കോഴക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന വൈകാതെ പുറത്തുവരുമെന്ന് മന്ത്രി കെ.എം. മാണി. കേസിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും മാണി ദില്ലിയിൽ പറഞ്ഞു. മാണി രാജിവെക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മാണി മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കാത്തിടത്തോളം കാലം ശരിയായ അന്വേഷണം നടക്കില്ലെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. ബാർ കോഴക്കേസിൽ മന്ത്രി കെ.എം. മാണിക്കെതിരെ വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിൽ കെ.എം. മാണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. പ്രഥമദൃഷ്ട്യാ മാണി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ രാജിവെക്കില്ലെന്ന മന്ത്രി കെ.എം. മാണിയുടെ പ്രതികരണം രാഷ്ട്രീയ സദാചാര ലംഘനമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മാണി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാത്തിടത്തോളം കാലം ശരിയായ അന്വേഷണം നടക്കില്ലെന്നും ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും ബാർ ഉടമ ബിജു രമേശ് വ്യക്തമാക്കി. വിജിലൻസിന് അത് ഉത്തമമായ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ. കാര്യം കേരളത്തിലെ പ്രഗത്ഭനായ മന്ത്രി, ഫൈനാൻസും നിയമവശവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനമെടുത്തത്. അത് സാധാരണ ഒരു ഊഹാപോഹങ്ങളോ കേട്ടറിവോ വെച്ച് ചെയ്യില്ല. അതിന് വളരെയേറെ അതിനകത്ത് കണ്ടന്റും കാര്യങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ കേസ് നല്ല രീതിയിൽ അവർ ബാക്കി ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുകയാണെങ്കിൽ 100% ഇതിൻ്റെ മറ്റ് ബാക്കിയുള്ള കോടികളുടെ കഥകൾ കൂടി പുറത്തു വരാൻ സാധ്യതകളുണ്ട്. മന്ത്രി ഉടൻ രാജിവെക്കണമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വനും ആവശ്യപ്പെട്ടു. അതേസമയം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം മാണി കുറ്റക്കാരനാകുന്നില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. വിജിലൻസ് ഒരു പ്രാഥമിക നിഗമനത്തിലെത്തി മാണി സാർ ഈ കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ വിജിലൻസ് എത്തിയിട്ടില്ല. ആരോപണങ്ങളുടെ നിജസ്ഥിതി എഫ്ഐആർ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കുമ്പോൾ മാത്രമേ വെളിവാവുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന നടപടി മാത്രമാണ് ഇപ്പോൾ വിജിലൻസ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ബാർ കോഴക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന വൈകാതെ പുറത്തുവരുമെന്ന് കെ.എം. മാണി വ്യക്തമാക്കി. ഏത് വന്നാലെന്താ, ഇതൊക്കെ സത്യം അവസാനം തെളിയും. ഇതിനൊക്കെ പിന്നിലൊക്കെ രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട്. സത്യം അവസാനം തെളിയും. അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പ്ലീസ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. നിയമപരമായിട്ട് അതിനെ നേരിടും. അതിനെന്താ പ്രയാസം? അത് പിന്നെ തെളിയും. അവസാനം തെളിയും. ധനമന്ത്രി കെ.എം. മാണി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന തീരുമാനത്തിലാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കേരള കോൺഗ്രസ് MLA മാർ എത്തിയത്. ന്യൂസ് ഡെസ്ക്.
ബാർക്കോഴ കേസിൽ കെ.എം. മാണിക്കെതിരെ തെളിവില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന കോടതി അലക്ഷ്യമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. വിജിലൻസ് ഡയറക്ടർ മന്ത്രിയോട് കൺസൾട്ട് ചെയ്യാൻ പാടില്ല. സ്വതന്ത്രമായ തീരുമാനമെടുക്കണം വിജിലൻസ് ഡയറക്ടർ. വിജിലൻസ് ഡയറക്ടർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പൂർണ്ണമായ അധികാരമുണ്ട് എന്ന് ഹൈക്കോടതി വിധിച്ചു. കെ.എം. മാണിക്കെതിരെ FIR ഇട്ടതിനെ കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ കോടതി അലക്ഷ്യമാണ്. കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് K.M. ജോർജിന്റെ ചരമവാർഷിക ദിനത്തിലാണ് പാർട്ടി ചെയർമാൻ K.M. മാണി കോഴക്കേസിൽ ഒന്നാം പ്രതിയാകുന്നത്. ഇത് ചരിത്രത്തിന്റെ അനിവാര്യമായ നീതി നടപ്പിലാക്കലാണെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. തന്നെ ഒതുക്കി പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാനുള്ള K.M. മാണിയുടെ ശ്രമങ്ങളിൽ മനംനൊന്താണ് 38 വർഷം മുമ്പ് K.M. ജോർജ് ഹൃദയാഘാതം മൂലം മരിച്ചത്. കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് പേരുകളാണ് K.M. ജോർജിന്റെയും K.M. മാണിയുടേതും. K.M. ജോർജിന്റെ കൈപിടിച്ച് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തറവാട്ടിലേക്ക് പിച്ചവെച്ച് കയറിയ K.M. മാണിക്ക് ഡിസംബർ 11 കറുത്ത ദിനമായി മാറുകയാണ്. പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ ചരമദിനം എന്ന നിലയിൽ മാത്രമല്ല, പാർട്ടി ചെയർമാൻ കോഴക്കേസിൽ ഒന്നാം പ്രതിയായ ദിവസം എന്ന പ്രാധാന്യം കൂടിയുണ്ട് ഇനി മുതൽ ഈ ദിനത്തിന്. ചരിത്രത്തിന്റെ അനിവാര്യമായ നീതി നടപ്പാക്കലാണ് ഈ ദിവസത്തിന്റെ യാദൃശ്ചികത എന്ന് കരുതുന്നവരുമുണ്ട്. കാരണം K.M. മാണി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ തന്ത്രങ്ങളിൽ മനംനൊന്താണ് K.M. ജോർജ് എന്ന സൂര്യൻ അകാലത്തിൽ അസ്തമിച്ചതെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. 1976 ഡിസംബർ 11 ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കെ 57-ാം വയസ്സിലാണ് K.M. ജോർജ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. തന്റെ ശിഷ്യൻ K.M. മാണി ധനമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയിൽ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കേണ്ടി വന്നതിന്റെ മനോവിഷമത്തിൽ കൂടിയായിരുന്നു K.M. ജോർജ്. K.M. ജോർജിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോലും മാണി മുതിർന്നുവെന്നത് ചരിത്രം. പാർട്ടി കൈപ്പിടിയിലൊതുക്കാനും തന്നെ അപ്രസക്തനാക്കാനും തന്റെ ശിഷ്യൻ നടത്തുന്ന നീക്കങ്ങളിൽ അന്ത്യനാളുകളിൽ K.M. ജോർജ് ഏറെ ദുഃഖിതനായിരുന്നു. സാറ് ശക്തമായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ശക്തമായിട്ട് മുന്നേറി, പവർ ഉപയോഗിച്ച് തന്നെ മുന്നേറാൻ കഴിഞ്ഞു. ജോർജ് സാറ് ഹൃദയം പൊട്ടി മരിക്കുകയുണ്ടായി. അതോടെ മാണി സാർ വിചാരിച്ച പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റി. പക്ഷേ ഞാൻ മാണി സാറിനെ അനാദരവോടെ പറയുകയല്ല, പക്ഷേ ജോർജ് സാറിൻ്റെ കുടുംബവും ജോർജ് സാറിൻ്റെ ആളുകളും അന്നത്തെ ജോർജ് സാറിനോടൊപ്പം നിന്ന ആളുകൾക്കും ഉള്ള ആ കാര്യത്തെ സംബന്ധിച്ചുള്ള വേദന പലപ്പോഴായിട്ട് കേൾക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. പാർട്ടിയിൽ അജയ്യനും അവസാന വാക്കുമായി മാറാൻ K.M. മാണിക്ക് പിന്നീട് കഴിഞ്ഞു. എന്നാൽ അതിൽ കരിനിഴൽ വീഴുന്ന കാഴ്ചയ്ക്കാണ് ഹൃദയം പൊട്ടിമരിച്ച ഗുരുവിന്റെ ചരമദിനത്തിൽ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. K.M. ജോർജിന്റെ ചരമദിനത്തിൽ തന്നെ K.M. മാണി പ്രമാദമായൊരു കോഴക്കേസിൽ ഒന്നാം പ്രതിയാവുന്നത് യാദൃശ്ചികമാകാം. എന്നാൽ അത് ചരിത്രത്തിന്റെ കാവ്യനീതി എന്നാണ് K.M. ജോർജുമായി അടുപ്പമുള്ള പഴയ കേരള കോൺഗ്രസ് തലമുറയിലെ ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. മൂവാറ്റുപുഴയിലെ K.M. ജോർജിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആഴ്ചകൾ നീണ്ട ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒടുവിൽ മന്ത്രി K.M. മാണിയെ പ്രതിയാക്കി വിജിലൻസ് കേസെടുക്കുമ്പോൾ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന അവിഹിത ഇടപെടലുകളിൽ ഒന്നുകൂടി പൊതുജനമധ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ ധന്യതയിലാണ് പീപ്പിൾ TV. ബിജു രമേശിന്റെ വിവാദ വെളിപ്പെടുത്തൽ ആദ്യം പുറത്തുവിട്ടത് പീപ്പിൾ TV ആയിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 പീപ്പിൾ ടിവിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിലായിരുന്നു ബിജു രമേശ് മന്ത്രി K.M. മാണിക്കെതിരായി ആരോപണം ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ പൂട്ടിക്കിടക്കുന്ന ബാറുകൾ തുറക്കാൻ മാണി 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അതിൽ 1 കോടി രൂപ തങ്ങളിൽ നിന്നും കൈപ്പറ്റിയെന്നുമായിരുന്നു ബിജുവിന്റെ ആരോപണം. കൊടുത്ത പൈസ ഭണ്ഡാരത്തിലിട്ട പോലെ പോയി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏത് പൈസ എപ്പോൾ തന്നു എന്ത് തന്നെന്നാണ് പറയുന്നത്. ബാക്കി 5 കൊണ്ടുവരാനാണ് പിന്നെയും പറയുന്നത്. പിന്നെയും പോയി കണ്ടാൽ പറഞ്ഞാൽ 5 രൂപ 5 കിട്ടിയില്ലല്ലോ എന്നാണ് പറഞ്ഞു അവരോട്. 5 കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ 1 തന്നല്ലോ എന്ന് പറഞ്ഞ് 1 എപ്പോൾ തന്നു എന്ന്. പിന്നെ അവർ ദിവസവും ഡേറ്റും സമയവും എല്ലാം വ്യക്തമാക്കിയാൽ പറഞ്ഞു അതൊക്കെ ചിലവായി പോയില്ലേ. ഇതായിരുന്നു മറുപടി. പൈസ ഒട്ടും ഇല്ല സംസ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രി ആ കൂട്ടത്തിലുണ്ട്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി. ഞാൻ പറഞ്ഞത് ശ്രീ K.M. മാണി ധനകാര്യമന്ത്രിയാണ് അങ്ങനെ പറയുന്നത്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി എന്ന്. പീപ്പിൾ TV പുറത്തുവിട്ട വാർത്ത പിന്നീട് മറ്റുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി മാറുകയും ചെയ്തെങ്കിലും മാണിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആദ്യം സംസ്ഥാന സർക്കാർ മടിച്ചു. മാണിക്കെതിരായ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ പ്രതികരണം. മാണി സാറിൻ്റെ എതിരായി വന്നിട്ടുള്ള ആക്ഷേപം ഗവൺമെൻറ് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള നിലപാടാണ്. അത് ഞാനത് വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ്. ഉമ്മൻചാണ്ടിയുടേതിൽ നിന്നും ഒട്ടും തന്നെ വ്യത്യസ്തമായതില്ല KPCC പ്രസിഡന്റ് VM സുധീരന്റെ പ്രതികരണവും. ബിജുവിന്റെ ആരോപണത്തിൽ യാതൊരു വിശ്വാസ്യതയുമില്ലെന്നും തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്നുമായിരുന്നു സുധീരന്റെ മറുപടി. യാതൊരു വിശ്വാസ്യതയും അതിനില്ലെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇവർ പറയുന്നതിന് ഒരു വിശ്വാസ്യതയുമില്ല. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, അതല്ലേ വേണ്ടത്.
മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമല്ലോ, ചുരുങ്ങിയ പക്ഷം തെളിവുകളുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമല്ലോ, മറ്റെന്തെങ്കിലും മാർഗമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പുകമറ സൃഷ്ടിക്കുക. എന്നാൽ മാണിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കപ്പെട്ടതോടെ കേസെടുക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു. ഒടുവിൽ മാണിയെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാണിയുടെ ഭാവിയോടൊപ്പം കേസിന്റെ ഭാവിയും എന്താകുമെന്ന ചിന്തയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ന്യൂസ് ഡെസ്ക്. സ്കൂൾ കായികമേളയിൽ എറണാകുളം ജില്ലാ ചാമ്പ്യന്മാർ. സ്കൂൾ വിഭാഗത്തിൽ കോതമംഗലം സെന്റ് ജോർജ് സ്കൂൾ കിരീടം നേടി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പുതിയ കിരീടധാരണം നടക്കുന്നിടം കൂടിയാണ് തിരുവനന്തപുരം. എന്നാൽ LNCPയിലെ സിന്തറ്റിക് ട്രാക്കിൽ ഇത്തവണ അതുണ്ടായില്ല. കായിക മേഖലയിലെ ശക്തി കേന്ദ്രങ്ങൾ പാലക്കാടും ഒപ്പം എറണാകുളവുമാണെന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇത്തവണത്തെ കായികമേളയും. അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തിയാണ് മേളയ്ക്ക് കൊടിയിറങ്ങിയത്. സ്കൂളുകൾ തമ്മിലുള്ള മത്സരത്തിൽ 1 പോയിന്റ് വ്യത്യാസത്തിലായിരുന്നു എറണാകുളം സെന്റ് ജോർജ് കിരീടം നിലനിർത്തിയത്. 4x100 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ റിലേയിൽ കോതമംഗലം സെന്റ് ജോർജ് 1ഉം 3ഉം സ്ഥാനത്തെത്തി. സെന്റ് ജോർജിനെ ചാമ്പ്യന്മാരാക്കിയത് 83 പോയിന്റ്, മാർബേസിലിന് 82. 200 മീറ്ററും 800 മീറ്ററും 4x100 മീറ്ററുമായിരുന്നു 4ാം ദിനത്തിലെ ശ്രദ്ധേയമായ മത്സരങ്ങൾ. 3 ട്രിപ്പിൾ സ്വർണം പിറന്നു 4ാം ദിനം. സബ് ജൂനിയർ തലത്തിൽ അഞ്ജലി PD, ജൂനിയർ തലത്തിൽ ബിബിൻ ജോർജ്, ജിസ്ന മാത്യു എന്നിവരും സീനിയർ തലത്തിൽ മുഹമ്മദ് അഫ്സൽ, ഡൈബി സെബാസ്റ്റ്യൻ എന്നിവരും വ്യക്തിഗത ചാമ്പ്യന്മാരായി. മുഹമ്മദ് അഫ്സലിന്റെ അവസാന സ്കൂൾ മീറ്റ് കൂടിയായി ഇത്. 4 നാൾ കൗമാരക്കുതിപ്പിന് സാക്ഷ്യം വഹിച്ചു LNCPയിലെ ഈ സിന്തറ്റിക് ട്രാക്ക്. പുതിയ വേഗവും പുതിയ ഉയരവും പുതിയ സമയവും തേടിയവർ. ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്. അതുവരെ സംസ്ഥാന സ്കൂൾ കായികമേള കിരീടത്തിന് പുതിയ അവകാശികൾ ഉണ്ടാവില്ല. 4 ദിനം നീണ്ടുനിന്ന മത്സരങ്ങളിൽ പിറന്നത് 10 മീറ്റ് റെക്കോർഡുകൾ മാത്രം. മീറ്റ് റെക്കോർഡുകളുടെ കാര്യത്തിലും റെക്കോർഡ് വരൾച്ചയാണ് ഇത്തവണയുണ്ടായത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ നനഞ്ഞ മത്സരങ്ങളായിരുന്നു ഇത്തവണ. എങ്കിലും മഴയിലും കെടാത്ത പോരാട്ടവീര്യം പുറത്തെടുത്തു ചില താരങ്ങൾ. മീറ്റിന്റെ 3ാം ദിനം മഴ പെയ്തത് താരങ്ങളുടെ ശാരീരിക ക്ഷമതയിലും മാറ്റങ്ങളുണ്ടാക്കിയതായി ചില കായിക അധ്യാപകർ സൂചിപ്പിച്ചു. അതും മികച്ച മുന്നേറ്റങ്ങൾക്ക് തടയിട്ടതായി ചിലർ പറയുന്നു. 800 മീറ്റർ ഓട്ടത്തിൽ ഉഷ സ്കൂളിൽ നിന്ന് ഇത്തവണ ഫൈനലിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല എന്നതും ഓർക്കാം. കായിക ഇനത്തിൽ പുതിയ വേഗങ്ങളും പുതിയ ഉയരവും പുതിയ സമയവും തേടാൻ ഇനി 1 വർഷത്തിന്റെ ഇടവേള കൂടി. കാര്യവട്ടം LNCPയിൽ നിന്നും ക്യാമറാമാൻ ദേവദത്തനും ബിച്ചു പൂവച്ചലിനുമൊപ്പം ജിതിൻ ചന്ദ്രൻ, സമീർ വാഴങ്ങോട്, അരുൺ VS. 19ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരിതെളിയും. കാഴ്ചയുടെ വിരുന്നൊരുക്കി 140 ചിത്രങ്ങളാണ് മേളയിലുള്ളത്. ഇസ്രായേൽ ചിത്രം ഡാൻസിംഗ് അറബ്സാണ് ഉദ്ഘാടന ചിത്രം. മേളയുടെ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. തീർത്ഥാടന വഴിയിൽ ഉരൽക്കുഴിയിലെ മുങ്ങിക്കുളി കഴിഞ്ഞെത്തുന്ന അയ്യപ്പന്മാരെ ചന്ദനവും ഭസ്മവും സിന്ദൂരവും കൊണ്ട് തിലകം ചാർത്തി അയക്കാൻ നിയോഗിക്കപ്പെട്ട വിശ്വാസിയാണ് കാർത്തവരായൻ. കഴിഞ്ഞ 27 വർഷമായി ഓരോ തീർത്ഥാടന കാലത്തും ഉരൽക്കുഴിക്ക് സമീപം ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടെ അയ്യപ്പ സേവയ്ക്കായി ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ സ്വദേശിയാണ് കാർത്തവരായൻ. 27 വർഷമായി മുടക്കമില്ലാതെ എല്ലാ തീർത്ഥാടന കാലത്തും കാർത്തവരായൻ സന്നിധാനത്തുണ്ടാകും. ഉരൽക്കുഴിയിലെ കുളി കഴിഞ്ഞെത്തുന്ന തീർത്ഥാടകർക്ക് തിലകം ചാർത്താൻ ചന്ദനവും ഭസ്മവും സിന്ദൂരവും സജ്ജമാക്കി പുലർച്ചെ മുതൽ സായാഹ്നം വരെ കാർത്തവരായൻ ഇവിടെയുണ്ടാകും. മഹിഷി നിഗ്രഹത്തിനു ശേഷം അയ്യപ്പൻ പാപമോചനത്തിനായി ഉരൽക്കുഴിയിൽ മുങ്ങിക്കുളിച്ച് മടങ്ങുമ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ അയ്യപ്പനെ തിലകമണിയിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് കാർത്തവരായന്റെ ഈ ദൗത്യം. ഉരൽക്കുഴിയിൽ അയ്യപ്പൻ കുളിച്ച് വരുമ്പോൾ ഇങ്ങനെ ബ്രാഹ്മണൻ ഉட்காந்து போட்டுட்டு வலையனுப்பு அதே மாதிரி ஆளுக்கு நான் போட்டுட்டு வலையனுப்பு. നാട്ടിൽ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന കർഷകനായിരുന്നു കാർത്തവരായൻ. ജീവിത വഴിമധ്യേ തളർവാദം പിടിപെട്ട് കൈയും കാലും നാവും തളർന്നുപോയ ഘട്ടത്തിൽ രോഗമുക്തിക്കായി ബന്ധുക്കൾ കാർത്തവരായനെ അയ്യപ്പ സന്നിധിയിലെത്തിക്കുകയും തുടർന്ന് ചികിത്സകളില്ലാതെ രോഗം മാറിയെന്നും കാർത്തവരായൻ അവകാശപ്പെടുന്നു. അന്നു മുതൽ മുടങ്ങാതെ പരസഹായമില്ലാതെ മലകൾ കയറിയും ഇറങ്ങിയും കാർത്തവരായൻ സന്നിധാനത്തെത്തും. 27 വർഷം ശബരിമലയ്ക്ക് വന്ന് എനിക്ക് കൈകൾ നല്ലായി. ഇപ്പോൾ നല്ല സുഖമായിട്ട്. ദേവസ്വം ബോർഡിന് നല്ലൊരു തുക കെട്ടിവെച്ച് അനുമതി വാങ്ങിയാണ് കാർത്തവരായൻ ഇവിടെ അയ്യപ്പ സേവ നടത്തുന്നത്. രോഗത്തിൽ നിന്നും പൂർണ്ണമായി മോചിതനായില്ലെങ്കിലും അയ്യപ്പനെ സേവിക്കാൻ കിട്ടുന്ന അവസരം അത് എന്തുതന്നെയായാലും എപ്പോഴായാലും കൃത്യതയോടെ ചെയ്യാൻ സന്നദ്ധനാണ് കാർത്തവരായൻ. ക്യാമറമാൻ വിനോദിനൊപ്പം VG വിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.